ഞാൻ മോളുടെ ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോഞ്ചിൻ്റെ റെസിപ്പി വേണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റെസിപ്പി വേണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പോഞ്ച് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. 1 kg അളവിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പോഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ മുന്നേ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഈ റെസിപ്പി വെച്ചിട്ട് കേക്ക് സെയിൽ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വാനിലയും ചോക്ലേറ്റ് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, സെയിം അളവിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ ആട്ടോ ഞാൻ ചേർക്കാറുള്ളത്. ഈ മെത്തേഡിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കോൺഫ്ലവർ അധികം ആൾക്കാർ ചേർക്കാറില്ല. അത് ചേർത്താൽ പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സും അതേമാതിരി കുക്കിംഗ് ടൈമും കുറയുകയും ചെയ്യും കേട്ടോ നമ്മുടെ കേക്കിന്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ബേക്കിംഗ് മോൾഡ് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡായിട്ട് 7 8 ഇഞ്ചിൻ്റെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര അലിയില്ല എന്നൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിക്കാതെ ആണെങ്കിൽ 1/4 കപ്പ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി, അത് മിക്സ് ആവുന്ന വരെ. പിന്നെ ചിലരത് ഇതുപോലെ ഫ്ലഫി ആവാറില്ല എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഈ നമ്മൾ എടുക്കുന്ന ബൗളിൽ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളമോ അതേപോലെ മുട്ടയിലോ ഒന്നും വെള്ളം ഉണ്ടാവരുത്. ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കണം, എന്നാലേ കറക്റ്റ് ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോഴേ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോവും, ഫ്ലഫിനെസ് ഒക്കെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവധാനം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ആ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 3 തവണയായിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് കട്ട കെട്ടാതെ തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്താൽ ഒന്നിങ്ങനെ തിരിച്ചിട്ട് പിന്നെ സെൻറ്ററിലൂടെ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അത് നമുക്ക് ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം ഞാൻ ഓവൺ പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവണാണെങ്കിലും നമ്മൾ പാനിൽ ഇറക്കി വെച്ചിട്ടാണെങ്കിലും അതൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, 10 മിനിറ്റ്. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്യൂർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റാക്കി എടുത്തുള്ള ഓവനിൽ 150 ഡിഗ്രിയിൽ നമുക്കൊരു 25-30 മിനിറ്റ്. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിന് ചെറിയ മാറ്റങ്ങൾ വരും. എനിക്ക് ഈ ഒരു ഓവനിൽ 25 മിനിറ്റ് കൊണ്ടാട്ടോ ഇത് ബേക്കായി വരാറ്. അപ്പോൾ അത് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇതിങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷാണ്, അതാണ് ഈ ഒരു കളർ കേട്ടോ. അതതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു ലെയർ അങ്ങ് കട്ട് ചെയ്തിട്ട് അതിന് മുകളിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കേക്ക് പോലെ കേക്ക് ക്രീമൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണാനൊരു ഭംഗിക്ക് ഒരു ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.